കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറിയ ടിപ്പർ ലോറി മറിഞ്ഞുണ്ടായ ദുരന്തത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. നീലേശ്വരം സ്വദേശി ഹരിലാൽ, 15-കാരനായ പാർത്ഥിബൻ, അജയകുമാർ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:10 മുക്കോണിമുക്ക് ബസ് സ്റ്റോപ്പിൽ വിദ്യാർത്ഥികളും യാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്നതിനിടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം. അതായത് ആ ഭാഗത്തു നിന്നാണ് ടിപ്പർ ലോറി മണ്ണുമായി അമിത വേഗത്തിൽ ഇവിടേക്ക് വരുന്നത്. ഇത് നീലേശ്വരം മുക്കോണിമുക്ക് എന്ന് പറയുന്നൊരു പ്രദേശമാണ്. ഇവിടെ ഈ പറയുന്ന ഈ ഒരു സ്ഥലത്താണ് ബസ് കാത്ത കുട്ടികളും മറ്റുമൊക്കെ നിന്നിരുന്നത്. അവിടേക്കാണ് ഈ ടിപ്പർ ലോറി അമിത വേഗത്തിൽ ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവിടേക്ക് പാഞ്ഞെടുക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മുകളിലേക്കാണ് ഈ ടിപ്പർ ലോറി മണ്ണുമായി എത്തിയ ടിപ്പർ ലോറി പതിക്കുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത്. ഏതായാലും ടിപ്പർ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഈ റോഡിന് വലതുവശത്തേക്ക് പോകുന്നതിനായി ടിപ്പർ ലോറി തിരിഞ്ഞപ്പോൾ ഇവിടെ നിന്നിരുന്ന, അതായത് ഈ പ്രദേശത്ത് നിന്നിരുന്ന ബസ്സുകാത്ത് നിന്നിരുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മേലേക്ക് ഈ ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് പതിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ടിപ്പറിൻ്റെ അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഈ ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഈ ഹെവി വെഹിക്കിൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിച്ച് മുൻപരിചയമുള്ള ആളല്ല. ഒപ്പം തന്നെ ഈ വണ്ടിയുടെ ഫിറ്റ്നസ്സിനെ സംബന്ധിച്ച് മുമ്പ് നിരവധി പരാതികളും പിഴയും ഒക്കെ ഒടുക്കിയിരുന്നതാണ്. ഇത്തരത്തിലുള്ള വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ട്, വിവരങ്ങളും നമുക്കറിയാൻ കഴിയുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ഗുരുതരമായ രീതിയിലായിരുന്നു ഇത്തരത്തിൽ വാഹനം ഓടിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. ഈ വാഹനം കടന്നു വരുന്ന സമയത്ത് മുൻപിൽ ഒരു ബൈക്കുണ്ടായിരുന്നു, ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഈ ബുള്ളറ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെടുന്നത്. ആ ബുള്ളറ്റിലുണ്ടായിരുന്ന ആളെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ ടിപ്പർ ലോറി ഈ പ്രദേശത്ത് കൂടി നിന്നിരുന്ന വിദ്യാർത്ഥികളുടെയും മറ്റ് യാത്രക്കാരുടെയും മേലേക്ക് ഇടിച്ചു കയറാനുള്ള അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ മറിയുന്നു ഒരു സാഹചര്യം. ടിപ്പർ മറിയുന്നു. ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർക്കും ഈ അപകടത്തിൽ പരിക്കുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, രാവിലെ ഇവിടെ ബസ് കാത്തുനിന്നവരുടെ ചെരുപ്പുകളും മറ്റുമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അവരൊക്കെ ഈ മണ്ണിനടിയിൽപ്പെട്ടു പോയ 3 പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഏതായാലും നാടിനെ നടുക്കിയ വളരെ ദാരുണമായൊരു സംഭവം. 5ഓളം പേർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നത്, ഈ 8:30 ശേഷം ഇതുവഴി ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കൊന്നും തന്നെ പോകുന്നതിനുള്ള അനുമതിയില്ല. അതിന് മുന്നേ പോകണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഈ വാഹനം ഇവിടെ നിന്നും മണ്ണുമായി ഈ പ്രദേശത്ത് നിന്നും പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അമിത വേഗതയിൽ ഇത്തരത്തിൽ ഈ പ്രദേശത്തു കൂടി കടന്നു പോകാൻ ഡ്രൈവറെ പ്രേരിപ്പിച്ചിരിക്കുക. ഏതായാലും ഒരു കയറ്റം ഉള്ള ഒരു പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഇറക്കത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വണ്ടിക്ക് വേഗതയുണ്ടാവും, അല്ലെങ്കിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ നിയന്ത്രണം ഒട്ടും തന്നെ ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ കടമുറിയോട് ചേർന്ന് ബസ് കാത്തു നിന്നിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ദേഹത്തേക്ക് ഈ ടിപ്പർ ലോറി പാഞ്ഞു വരികയും ആ സമയം ഇത് കണ്ടുകൊണ്ടിരുന്ന കുറേ കുട്ടികൾ ഈ സമയത്ത് ഇവിടെ നിന്നും ഓടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം കുറച്ചുകൂടി ആഘാതം ഉണ്ടാക്കിയേനെ. കുറച്ച് കുട്ടികൾ ഓടി മാറിയിരുന്നില്ല എങ്കിൽ അത്തരത്തിൽ അപകടം, അല്ലെങ്കിൽ അപകടത്തിൻ്റെ തീവ്രത കുറച്ചുകൂടി കൂടിയേനെ എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ 3 പേരാണ് ഈ മണ്ണിനടിയിൽപ്പെട്ട ടിപ്പറിൻ്റെ മണ്ണിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. അതിനകത്ത് ഒരാൾ ഈ ബുള്ളറ്റ് ഓടിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു ഈ ട്യൂട്ടോറിയൽ കോളേജുകളിൽ മറ്റുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. മറ്റൊന്നൊരു വിദ്യാർത്ഥിയാണ്. മറ്റൊരാൾ KSRTCയിൽ തന്നെ ടെക്നിക്കൽ വിഭാഗത്തിലുള്ള ഒരു ജീവനക്കാരാണ്. ഇവർക്ക് 3 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഒപ്പം 5ഓളം പേർ ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. അതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പേർ അതിലുണ്ട്. അവരുടെ നില ഗുരുതരം എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം, നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഗുരുതരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഡ്രൈവർക്ക് ഈ ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ വാഹനം ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ നടത്തിയ തരത്തിൽ മുൻപ് നടപടികൾ നേരിട്ട ഒരു വാഹനം കൂടിയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ ഒരു നിയമലംഘനവും ഒപ്പം ഒരു കുറ്റവുമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു ദാരുണ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രദേശവാസികളൊക്കെ തന്നെ അവരൊരു പ്രതിഷേധത്തിലാണ്. കാര്യം ഇത്തരത്തിൽ ടിപ്പർ വാഹനങ്ങൾ നിരന്തരം ഇതുവഴി പാഞ്ഞു പോകുന്ന സമയത്ത്
നിയന്ത്രണം വേണം, അല്ലെങ്കിൽ അവയൊക്കെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അവയുടെ വേഗത കുറയ്ക്കണമെന്നൊക്കെ നാട്ടുകാർ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ അതൊന്നും ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഏതായാലും അത്തരത്തിൽ അതൊക്കെ അന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, അന്ന് അധികൃതർ ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ 3 പേരുടെ ജീവൻ നഷ്ടമാകില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അത്തരത്തിൽ ഈ പാഞ്ഞു വരുന്ന ടിപ്പറുകൾക്കെതിരെ ഒരു നിയന്ത്രണം നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് വേണമായിരുന്നു ഈ പ്രദേശത്ത് നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നതിനുള്ള അനുമതി അധികൃതർ നൽകേണ്ടിയിരുന്നത്. ഏതായാലും അതിലൊക്കെ വരുത്തിയ ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്കിപ്പോൾ സാധിക്കുന്നത്. ഇനി ഇത്തരങ്ങൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അതിന് അധികൃതർ കൃത്യമായ നടപടികൾ സ്വീകരിക്കട്ടെ. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.